ഇന്ന് നമുക്കൊരു അടിപൊളി മീൻ കറി ഉണ്ടാക്കിയാലോ? നമ്മുടെ ചൂര മീൻ വെച്ചിട്ടാണ് ഞാനിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറി ഉണ്ടാക്കുന്നത്. തേങ്ങയൊന്നും അരയ്ക്കാതെ മുളകും കുടംപുളിയും ഇട്ട ഒരു നല്ല മീൻ കറിയാണിത്. ചൂര മീൻ എന്നാണ് ഞങ്ങൾ പറയാറ്. ചിലർ ചൂത എന്നും ഈ മീനിന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റിയായ പെട്ടെന്നുണ്ടാക്കാവുന്ന ഈ മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 50 ഗ്രാം വെളുത്തുള്ളിയും 100 ഗ്രാം ചുവന്നുള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. ചുവന്നുള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവാള വേണമെങ്കിലും എടുക്കാം കേട്ടോ. പക്ഷെ കൂടുതൽ ടേസ്റ്റ് ചുവന്നുള്ളി ഉപയോഗിച്ചുണ്ടാക്കുമ്പോഴാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മൺചട്ടിയിലാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചുവന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉടൻ തന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്താൽ ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ ഉപകരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി എന്നിവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് പൊടിയൊക്കെ നമ്മുടെ ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇവിടെ അധികം എരിവ് വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ച് ചേർത്തിരിക്കുന്നത്. അതുപോലെ എണ്ണയാണെങ്കിലും ഒരുപാടൊന്നും ചേർത്തിട്ടില്ല. എണ്ണയും കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. ഇവിടെ ഒരുപാട് എണ്ണ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. പിന്നെ ഞാൻ ഒരു 3 കുടംപുളി നല്ലപോലെ കഴുകിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ ആ പുളിയൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഈ അരപ്പിലേക്ക് പിടിക്കാനായിട്ട് ഈ നേരത്തെ ഒന്ന് കഴുകി വെള്ളത്തിലിട്ടാൽ സഹായകമാകും. പിന്നെ ഞാനിതിലേക്ക് 2 ഗ്ലാസോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേവി തീരെ കുറച്ച് മതി എന്നുള്ളവർക്ക് 1 ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇവിടെ ചാറ് അധികം വേണ്ടതുകൊണ്ടാണ് ഞാൻ 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാകത്തിന് ഉപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ മീൻ കഷ്ണങ്ങളങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ഈ മൺചട്ടിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കാവുന്നതാണ്. തിളച്ച് കഴിയുമ്പം ഒരു 5 മിനിറ്റോളം നേരം താഴ്ത്തി മൂടി വെച്ച് വേവിക്കാം. വളരെ ടേസ്റ്റിയാണ് ഈ ഒരു കറി. ഇത് മാത്രം മതി ചോറൊക്കെ വയറ് നിറച്ച് കഴിക്കാനായിട്ട്. ഇത് പാകമായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഒന്നുകൂടെ വർദ്ധിക്കും. അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.